ഒന്നാം നമ്പർ നായിക പദവി നാളുകളായി അലങ്കരിക്കുന്ന നടിയാണ് ദീപിക പദുക്കോൺ. പതിറ്റാണ്ടുകളായി ദീപിക ഈ സ്ഥാനത്ത് വെല്ലുവിളികളില്ലാതെ തുടരുകയാണ്. കോവിഡിന് ശേഷം 500 കോടി ചിത്രങ്ങളുള്ള താരമാണ് ദീപിക. മാത്രമല്ല, കരിയറിലുടനീളം ഏകദേശം 10,000 കോടി ബോക്സ് ഓഫീസ് കളക്ഷനും വിവിധ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ദീപികയ്ക്ക് സ്വന്തമായുണ്ട്. അതിനാൽ തന്നെ ഹിന്ദി സിനിമയുടെ ബോക്സ് ഓഫീസ് റാണി എന്നാണ് ദീപിക അറിയപ്പെടുന്നത്. രൺവീർ സിംഗ് നായകനായി എത്തിയ 83ക്ക് 102 കോടി, ഷാറുഖ് ഖാനെ നായകനാക്കി സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത ആക്ഷൻ സ്പൈ ത്രില്ലറായ പത്താന് 543 കോടി, അറ്റ്ലിയുടെ ആദ്യ ബോളിവുഡ് ചിത്രമായ ജവാന് 640 കോടി, ഋത്തിക് റോഷൻ ദീപിക പദുക്കോൺ കോംബോയിലെത്തിയ ഫൈറ്ററിന് 115 കോടി, സയൻസ് ഫിക്ഷൻ ചിത്രം കൽക്കി 2898 ADക്ക് 618 കോടി എന്നിവയാണ് കോവിഡിന് ശേഷമുള്ള ദീപിക പദുക്കോണിന്റെ 100 കോടി ക്ലബ് ചിത്രങ്ങൾ. മാത്രമല്ല 3 500 കോടി ചിത്രങ്ങളുള്ള നടി എന്ന റെക്കോർഡും ദീപികയ്ക്ക് സ്വന്തമായുണ്ട്. എന്നാൽ ബോക്സ് ഓഫീസ് റാണി എന്ന ദീപികയുടെ പേരിന് ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രശ്മിക മദാനയാണ് ദീപികയെ ബോക്സ് ഓഫീസ് കണക്കിൽ പിറകിലാക്കാൻ പോകുന്നത്. ദീപികയുടേതിന് സമമായി കോവിഡിന് ശേഷം 500 കോടി ചിത്രങ്ങളും രശ്മികയ്ക്കുണ്ട്. പുഷ്പ ദി റൈസ് 267 കോടി, വാരിസ് 178 കോടി, ആനിമൽ 554 കോടി, പുഷ്പ 2 ദി റൂൾ 265 കോടി, ഛാവ 447 കോടി എന്നിവയാണവ. എന്നാൽ ഛാവ ഇപ്പോഴും വിജയകുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിലയിൽ കോവിഡിന് ശേഷം ഇന്ത്യൻ സിനിമയിൽ 3 500 കോടിയുള്ള നടി എന്ന നേട്ടത്തിലേക്ക് രശ്മിക മദാന എത്തും എന്നുറപ്പാണ്. എന്നാൽ ഇതിലും നിൽക്കാൻ പോകുന്നില്ല രശ്മികയുടെ വിജയകുതിപ്പ്. ഈ വർഷം സിക്കന്ദർ, കുബേര, തമ എന്നീ ചിത്രങ്ങൾ കൂടി താരത്തിൻ്റെതായി വരാനുണ്ട്. 3 ചിത്രങ്ങളും വൻ ബോക്സ് ഓഫീസ് ഗ്രോസ് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിനാൽ 100 കോടി ക്ലബിൽ 1ാം സ്ഥാനം രശ്മിക മദാനയ്ക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. 2016 കന്നഡ ചിത്രമായ കിരുക്ക് പാർട്ടിയിലൂടെയാണ് രശ്മിക അഭിനയത്തിലേക്ക് എത്തിയത്. തെലുങ്ക് ചിത്രം ഗീതാ ഗോവിന്ദമാണ് താരത്തിന്റെ കരിയർ മാറ്റിമറിച്ചത്. പിന്നീട് രശ്മികയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല.